പേതൃത്ത ഞായർ സുറിയാനി ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഏറെ പ്രചാരമുള്ള, നമ്മളൊക്കെ ഉപയോഗശീലിച്ചിട്ടുള്ള വാക്കാണ് പേതൃത്ത എന്നുള്ളത്. അത് അർത്ഥമാക്കുന്നത് നോമ്പ് തുടങ്ങുന്നതിൻ്റെ തൊട്ട് തലേ ദിവസത്തെ വിളിക്കുന്ന പേരാണ് പേതൃത്ത. പ്രത്യേകിച്ച് ഞായറാഴ്ച ഇത് പേതൃത്ത ഞായറാണ്. പേതൃത്ത എന്നും പേത്രത്ത എന്നും ഒക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാറുള്ളത്? നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്ന ദിവസമാണ്. എൻ്റെ കുഞ്ഞുനാളിൽ ഓർമ്മയിലുണ്ട്, താറാവിനെയൊക്കെ കൊന്ന് ഞങ്ങൾ കുട്ടനാട്ടുകാരായതുകൊണ്ട് താറാവ് കറിയൊക്കെ വെച്ച് അല്ലെങ്കിൽ കോഴിക്കറിയോ ബീഫോ എന്താണെന്ന് വെച്ചാൽ സുഭിക്ഷമായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കും. അപ്പോൾ ഈ ഭക്ഷണമൊക്കെ തരുമ്പോൾ അമ്മച്ചി പറയും, ഇത് കഴിഞ്ഞു കേട്ടോ, ഇനി ഇങ്ങോട്ട് നോമ്പാണ്. അത് പറഞ്ഞൊരുക്കിയാണ് പേതൃത്ത ഞായർ നമ്മൾ ആഘോഷിക്കാറുള്ളത്. പേത്തൊർത്ത് എന്ന സുറിയാനി വാക്കിൽ നിന്നാകാം ഇത് വന്നതെന്ന് പറയപ്പെടുന്നു. പത്തർ എന്ന ക്രിയാപദത്തിൻ്റെ അർത്ഥം പുളിച്ചില്ലാതാക്കുക എന്നുള്ളതാണ്. അപ്പോൾ പത്തറിൻ്റെ നാമരൂപമായിട്ട് പേതൃത്ത അല്ലെങ്കിൽ പേത്തൊർത്ത് വന്നതാകാം. ഒപ്പം തന്നെ പതൂസ എന്നുള്ള സുറിയാനി വാക്കുകൾക്ക് കടന്നു പോകൽ, അവസാനിപ്പിക്കൽ എന്നൊക്കെ അർത്ഥമുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ നോമ്പുമായിട്ട് വേണമെങ്കിൽ നമുക്ക് ബന്ധിപ്പിച്ച് മനസ്സിലാക്കാം. കടന്നു പോകൽ, ഞങ്ങൾ ഇതുവരെ ജീവിച്ച ഒരു ജീവിത രീതിയിൽ നിന്നുള്ളൊരു കടന്നു പോകൽ അല്ലെങ്കിൽ അതിൻ്റെ അവസാനിപ്പിക്കൽ ഒക്കെ ആയിട്ട് ഇതിനെ മനസ്സിലാക്കാവുന്നതാണ്. ഏതായാലും നോമ്പെടുക്കാൻ നമുക്കൊരുങ്ങാം. പേതൃത്ത ഞായർ ഏറ്റവും ഭംഗിയായിട്ട് ആഘോഷിക്കുകയും ചെയ്യാം. നമ്മൾ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ഏറ്റവും ആത്മീയ ഫലസമ്പുഷ്ടിയുടെ കാലമാണ് നോമ്പുകാലം. വളക്കൂറുള്ള മണ്ണാണ് നോമ്പുകാലം. എന്ത് വിതച്ചാലും കിളുക്കുന്ന കാലമാണ് നോമ്പുകാലം. കാരണം നമ്മൾ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്, ആണ്ടുവട്ടത്തിൽ ഈ നോമ്പുകാലം പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മളൊക്കെ മാറ്റിവെക്കും. ഒരു ഉപവാസവും നോമ്പ് എടുക്കാത്തവരും ഈ കാലത്ത് നോമ്പെടുക്കും, ഉപവാസം എടുക്കും. അങ്ങനെ എല്ലാ ദിവസവും പള്ളിയിൽ കൃത്യമായിട്ട് പോകാത്ത ഒത്തിരി പേര് ഈ 50 ദിവസം പരിശുദ്ധ കുർബാന മുടക്കാതെ എല്ലാ ദിവസവും രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം കുർബാനയിൽ പങ്കെടുക്കും. പുണ്യപ്രവർത്തികൾ ചെയ്യാൻ ശ്രമിക്കും, പരിത്യാഗം ചെയ്യാൻ ശ്രമിക്കും, തീർത്ഥാടനങ്ങൾ പോകും നമ്മൾ ഈ നോമ്പ് കാലത്ത്. അങ്ങനെ അതേ പറയും, നോമ്പ് കാലം ആത്മീയ ജീവിതത്തിൻ്റെ വളക്കൂറുള്ള കാലമാണ്. നിങ്ങളൊരു കാര്യം ഓർക്കേണ്ടത്, ഈ നോമ്പ് നമ്മൾ കർത്താവിന് വേണ്ടി ചെയ്യുന്ന എന്തോ വലിയ കാര്യമാണെന്ന് വിചാരിക്കരുത്. നോമ്പ് എടുക്കണം, എല്ലാവരും എടുക്കുമ്പോഴൊരു കാര്യം ഓർത്തേക്കണം. Don't think that you are doing something for God. ദൈവത്തിന് അതിൻ്റെ ആവശ്യമില്ല. മറിച്ച് God does something special for us. ദൈവം നമുക്ക് വേണ്ടി വളരെ പ്രത്യേകമായി ഒരു കാര്യം ചെയ്യാൻ വരുന്ന കാലമാണ് നോമ്പ് കാലം എന്ന് തിരിച്ചറിയണം. God takes the initiative.